നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാന്റെ വിവാഹമോചന വാർത്ത പുറത്തെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ഭാനുവായിരുന്നു ആദ്യ വിവാഹമോചന വാർത്ത ആരാധകരുമായി പങ്കിട്ടത്. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നത്. രണ്ടുപേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റില്ലെന്നും വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. പൊതുജനം സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റഹ്മാനും വേർപിരിയൽ സ്ഥിരീകരിച്ചിരുന്നു. ദാമ്പത്യ ജീവിതം 30 വർഷത്തിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ ഒരു അന്ത്യമുണ്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചതിന് സുഹൃത്തുക്കളോട് നന്ദി പറയുന്നതായി റഹ്മാൻ എക്സിൽ കുറിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ആദ്യമായി വിവാഹമോചനത്തെക്കുറിച്ച് എ.ആർ. റഹ്മാൻ സംസാരിച്ചിരുന്നു. ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റിയായി ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹം വരുന്നത്. സിനിമാ താരങ്ങളും ധനികരായ ബിസിനസ്സുകാരും ദൈവം വരെ എല്ലാവരെയും കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും. വിമർശകരോ ഉപദേശിക്കുന്നവരോ സാധാരണ ആളുകളോ ആരാണെങ്കിലും അവരും ഞങ്ങൾക്ക് കുടുംബം പോലെയാണ്. ഞാൻ മറ്റൊരാളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ മറ്റൊരാൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് സംസാരിക്കും. ഇന്ത്യക്കാരായ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാവർക്കും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്. ആരെങ്കിലും എന്നെക്കുറിച്ച് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ പോലും ദൈവമേ അവരോട് ക്ഷമിക്കുകയും അവരെ നയിക്കുകയും ചെയ്യണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. താനും ഭാര്യയും തമ്മിലുള്ള വേർപിരിയലിന് കാരണം ശാരീരിക പ്രശ്നങ്ങളല്ലെന്നും മറിച്ച് വൈകാരിക സമ്മർദ്ദമാണെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു. ഇതുപോലെ മോശമായ ഒരു സമയത്ത് മുൻ ഭാര്യയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നാണ് റഹ്മാൻ പറയുന്നത്. 2025 മാർച്ചിൽ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം സൈറ ഭാനു ഒരു അവസരത്തിൽ തങ്ങൾ ഔദ്യോഗികമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നും വ്യക്തിപരമായ വെല്ലുവിളികൾക്ക് കാരണം വേർപിരിഞ്ഞ് സമയം ചെലവഴിക്കുകയാണെന്നും പറഞ്ഞു. ഒരിക്കൽ റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് തന്നെ വിളിക്കരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. വേർപിരിഞ്ഞിട്ടും അവരുടെ ബന്ധം അതേപടി തുടർന്നുവെന്ന് അവർ പറഞ്ഞു. റഹ്മാന്റെയും സൈറ ഭാനുവിന്റെയും വിവാഹമോചന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെ റഹ്മാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ തന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ചൂട് പിടിപ്പിച്ചു. എനിക്കും റഹ്മാനുമെതിരെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അവിശ്വസനീയമാണ്. രണ്ട് സംഭവങ്ങളെയും മാധ്യമങ്ങൾ വിവാദമാക്കിയത് കുറ്റകരമായി തോന്നുന്നു. റഹ്മാന്റെ സിനിമകൾ, ടൂറുകൾ തുടങ്ങിയവയ്ക്കായി 8.5 വർഷം കൂടെ ജോലി ചെയ്ത കുട്ടി എന്ന നിലയിലുള്ള സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത്തരം വൈകാരിക കാര്യങ്ങളിൽ ആളുകൾക്ക് സഹതാപമോ സഹാനുഭൂതിയോ ഇല്ലെന്ന് കാണുന്നത് നിരാശാജനകമാണ്. ആളുകളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നു. റഹ്മാൻ ഒരു ഇതിഹാസമാണ്. അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ്. എന്റെ കരിയറിലും വളർച്ചയിലും നിർണായക പങ്കുവഹിച്ച നിരവധി റോൾ മോഡലുകളും പിതാവിന് തുല്യ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ എനിക്കുണ്ട്. ചുരുക്കം ചിലത്: എന്നെ സംഗീതം പഠിപ്പിച്ച എൻ്റെ അച്ഛനും, പിന്നെ എന്നെ സംഗീത രംഗത്തേക്ക് പരിചയപ്പെടുത്തിയ രഞ്ജിത്ത് ബറോട്ട്, എന്നെ രൂപപ്പെടുത്തിയ ലൂയിസ് ബാങ്ക്, ഷോകളിൽ തിളങ്ങാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന എ.ആർ. റഹ്മാൻ, റെക്കോർഡിംഗ് സെക്ഷനുകളിൽ അദ്ദേഹത്തിന്റെ സംഗീത ക്രമീകരണങ്ങൾ. ഞാനത് വിലമതിക്കുകയും ചെയ്യുന്നു, എല്ലായ്പ്പോഴും ചെയ്യും. അത് ആളുകളുടെ മനസ്സിലും ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനം മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സെൻസിറ്റീവ് ആയിരിക്കുക. ഞാൻ ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല. മാത്രമല്ല എൻ്റെ ഇന്നത്തെ ദിവസത്തിന്റെ ശോഭ കെടുത്താനും ആഗ്രഹിക്കുന്നില്ല. ദയവായി തെറ്റായ അവകാശവാദങ്ങൾ നിർത്തുക. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുക എന്നാണ് മോഹിനി പറഞ്ഞത്. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ വേണമെന്നും പരസ്പര ഉടമ്പടിയിലൂടെയുള്ള വേർപിരിയലാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. വേർപിരിഞ്ഞാലും താനും മാർക്കും പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നത് തുടരും. തങ്ങളുടെ തീരുമാനത്തെ സുഹൃത്തുക്കളും ആരാധകരും പിന്തുണയ്ക്കണമെന്നുമാണ് മോഹിനി വിവാഹമോചന വാർത്ത അറിയിച്ച് കുറിപ്പിലൂടെ പറഞ്ഞത്. കൊൽക്കത്ത സ്വദേശിനിയാണ് 28-കാരിയായ മോഹിനിയുടെ. എ.ആർ. റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളിലായി 40-ലേറെ ഷോകളിൽ മോഹിനി പങ്കെടുത്തിട്ടുണ്ട്. സംഗീത പ്രതിഭയായി ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരിയാണ് മോഹിനിയുടെ. 11 വയസ്സുള്ളപ്പോഴാണ് മോഹിനിയുടെ പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത്. ജാസ് മാസ്റ്റർ ലൂയിസ് ബാങ്ക്സിന്റെ ശിഷ്യയായ മോഹിനി സംഗീത ലോകത്തെ ഒരു പ്രധാന വ്യക്തിത്വമായി മാറി. ഗാൻ ബംഗ്ലായുടെ വിൻഡ് ഓഫ് ചേഞ്ച്, കോക്ക് സ്റ്റുഡിയോ ഇന്ത്യ തുടങ്ങിയ പ്രൊജക്ടുകളിലെ പ്രവർത്തനമാണ് മോഹിനിയെ ശ്രദ്ധേയമാക്കിയത്. സക്കീർ ഹുസൈൻ, ശിവമണി, സ്റ്റീവ് വായ്, മാർക്കോ മിനേമാൻ തുടങ്ങിയ പ്രശസ്തരായ സംഗീതജ്ഞർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുള്ള ഗിറ്റാറിസ്റ്റാണ് മോഹിനി. 1995-ലാണ് റഹ്മാനും സൈറ ഭാനും വിവാഹിതയായത്. തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് എ.ആർ. റഹ്മാൻ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് 3 നിബന്ധനകളായിരുന്നു അമ്മ കരീമ അഭികത്തോട് റഹ്മാൻ മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസം, സംഗീതത്തോടുള്ള ആദരവ്, മനുഷ്യത്വം, ഇത് മൂന്നുമായിരുന്നു പങ്കാളിയെക്കുറിച്ചുള്ള റഹ്മാന്റെ സങ്കല്പങ്ങൾ. റഹ്മാന്റെ ആദ്യത്തെ 2 കാര്യവും അമ്മയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ നിബന്ധന മനസ്സിലാക്കി പെൺകുട്ടിയെ തിരയാൻ അമ്മയ്ക്ക് അല്പം പ്രയാസമായിരുന്നു. അതായിരുന്നു റഹ്മാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥന നിർഭയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കരീമ ബീഗം കണ്ടു. സൈറയുടെ സഹോദരി മെഹർ ആയിരുന്നു അത്. തുടർന്ന് കരീമ ബീഗം റഹ്മാന്റെ ആലോചനയുമായി
മെഹറിന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് മെഹർ വിവാഹിതയാണെന്ന് അറിഞ്ഞത്. ആ വീട്ടിലെത്തിയ കരീമ ബീഗം അവിടെ വെച്ച് മെഹറിന്റെ സഹോദരി സൈറ ഭാനുവിനെ കണ്ടു. റഹ്മാൻ ഇണങ്ങിയ വധുവാണ് സൈറയെന്ന് അമ്മയ്ക്ക് ബോധ്യമായി. അങ്ങനെയായിരുന്നു റഹ്മാൻ സൈറയെ വിവാഹം കഴിക്കുന്നത്. സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാൻ 27-ഉം സൈറയ്ക്ക് 21 വയസ്സായിരുന്നു പ്രായം. 3 മക്കളാണ് ഇവർക്കുള്ളത്. ഖദീജ റഹ്മാൻ, AR അമീൻ, റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ. ഖദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു. 57-കാരനാണ് AR റഹ്മാൻ. കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യം. ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. സൈറ ഭാനുവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് മലയാള നടൻ റഹ്മാൻ. റഹ്മാന്റെ ഭാര്യ മെഹറുന്നീസയുടെ ചേച്ചിയാണ് സൈറ ഭാനു. മൂത്ത സഹോദരിയേക്കാളും മുൻപ് മെഹറുന്നീസ വിവാഹം കഴിക്കുകയായിരുന്നു. ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറ ഭാനുവും AR റഹ്മാനും തമ്മിൽ വിവാഹിതരായി. അതുകൊണ്ട് തന്നെ AR റഹ്മാന്റെ വിവാഹത്തിൽ താനൊരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചും ഇവരുടെ ഹണിമൂണിനെ കുറിച്ചുമെല്ലാം റഹ്മാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ ശാന്തനാണ്, എപ്പോഴും തന്റെ തൊഴിൽ സമർപ്പിതനാണ്. സംഗീതത്തിൽ ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത്. അന്ന് രാത്രി ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നീട് റഹ്മാൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് AR റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുകയാണെന്ന് അറിഞ്ഞതെന്നാണ് നടൻ റഹ്മാൻ പറഞ്ഞത്. സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന AR റഹ്മാൻ തന്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്ന് കാണിച്ച സംഭവമാണെന്നാണ് അന്ന് നടൻ പറഞ്ഞത്. മകൾ ഖദീജയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾക്കിടെയാണ് AR റഹ്മാന്റെ കുടുംബം വലിയ തോതിൽ വാർത്തയായത്. മതവിശ്വാസത്തിലൂന്നിയ ജീവിതം നയിക്കുന്ന ഖദീജ മുഖം മറച്ചാണ് പൊതുവേദികളിലെത്താറ്. ഒരിക്കൽ നിഖാബ് ധരിച്ച് ഖദീജ പിതാവിനൊപ്പം പൊതുവേദിയിലെത്തിയപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. റഹ്മാനും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണവും ഉണ്ടായി. മകളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് AR റഹ്മാൻ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു. സൈറ ഭാനുവോ രണ്ടാമത്തെ മകളോ നിഖാബ് ധരിക്കാറില്ല. അടുത്തിടെയാണ് AR റഹ്മാന്റെ സഹോദരിയുടെ മകനും നടനും സംഗീത സംവിധായകനുമായ GV പ്രകാശും ഗായിക സൈന്ധവിയും വിവാഹമോചിതയായത്. 1990കളുടെ തുടക്കത്തിൽ തമിഴ് ചിത്രങ്ങളിലൂടെയാണ് റഹ്മാൻ സംഗീത സംവിധാനം ആരംഭിച്ചത്. പിന്നീട് ഹിന്ദി, തെലുങ്ക്, മലയാളം തുടങ്ങി മറ്റു ഹിന്ദി ഭാഷകളിലേക്ക് ചുവടുമാറ്റി. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ പാടിയിട്ടുണ്ട്. 1995-ൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടിയത്.